ഇപ്പോൾ INTUC-യുടെ സീനിയർ ദേശീയ സെക്രട്ടറി കൂടിയായ സുരേഷ് ബാബു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. താങ്കളടക്കമുള്ളവർ INTUC ദേശീയ നേതൃത്വത്തിനടക്കം പരാതി കൈമാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിണറായി വിജയന്റെ നേതൃത്വം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പിണറായി വിജയനായിട്ടുള്ള INTUC-യുടെ അവിശുദ്ധ ബന്ധം തൊഴിലാളികളെ, കേരളത്തിലെ തൊഴിലാളികളെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ, INTUC-ക്കാണോ വിശുദ്ധ ബന്ധം അതോ ആർ ചന്ദ്രശേഖരനാണോ? ആർ ചന്ദ്രശേഖരനുള്ള ബന്ധമാണ്. അദ്ദേഹം ടോപ്പല്ലേ, ഇപ്പൊ കേരളത്തിന്റെ പ്രസിഡന്റ് അല്ലേ. എന്തുകൊണ്ടാണ് ഞങ്ങളെക്കാൾ പ്രശ്നം INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത് എന്തുകൊണ്ടാണ് മനസ്സിലാകാതെ പോകുന്നത്? അത് അദ്ദേഹം ഇപ്പോഴും തൊഴിലാളിക്കെതിരായ നിലപാട് എവിടെ എടുത്തിട്ടുള്ളൂ. കോൺഗ്രസ് പാർട്ടിക്ക് ഇത് മനസ്സിലാകുന്നില്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലാക്കുന്നവരുമുണ്ട്, മനസ്സിലാക്കാത്തവരുമുണ്ട്. മനസ്സിലാക്കിയതുകൊണ്ടാണോ ഈ INTUC സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ആർ ചന്ദ്രശേഖരനെ KPCC-യുടെ ചുമതലയിലേക്ക് അടക്കം കൊണ്ടുവരികയും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അടക്കം പഠിക്കാൻ നിയോഗിക്കുകയും ചെയ്യുന്നത്? കുറിച്ച് എന്താണെന്ന് എനിക്ക് വിശദമായി പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പരിപാടിക്ക് വന്ന AICC ജനറൽ സെക്രട്ടറി ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഈ പിണറായി വിജയൻ ബന്ധത്തിനെ കുറ്റപ്പെടുത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് അല്ല, അവിടെ മെനഞ്ഞാൽ നടന്ന സമ്മേളനമില്ലേ, അവിടെ വന്ന കേസി ഇദ്ദേഹം അടുത്ത് വന്നപ്പോൾ അത് ഈ പിണറായിട്ടുള്ള പോക്ക് ശരിയല്ലെന്ന് അദ്ദേഹത്തിനോട് പരസ്യമായിട്ട് പറഞ്ഞാൽ ആർ ചന്ദ്രശേഖരനുമായി യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളോടും അദ്ദേഹം സ്വീകരിക്കുന്ന നയങ്ങളോടും മാത്രമാണ് തങ്ങൾക്ക് വിയോജിപ്പുള്ളത് എന്നതാണ് സുരേഷ് ബാബു അടക്കമുള്ളവർ ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. INTUC രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. അതിനപ്പുറം അഴിമതിക്കാരനാണ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള കോടതി വിധികൾ മാത്രമാണ് തങ്ങൾ ചൂണ്ടിക്കാട്ടിയതെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ 24.